കൊക്കര കൊക്കര കോഴിക്കുഞ്ഞേ ചക്കര മാവിലെ തത്തപ്പെണ്ണേ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ഒരാളുടെ മനസ്സിൽ ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. ഞാൻ ആ മനുഷ്യൻ മാഹിനിക്ക ജീവിതത്തിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും കാണാൻ അവരെ കൊണ്ട് കഴിയില്ല. അദ്ദേഹത്തിന്റെ നടത്തം കണ്ടപ്പോൾ സത്യം റബ്ബ് സാക്ഷി എന്റെ മനസ്സൊന്ന് വിങ്ങിപ്പോയി. ആ മനുഷ്യനെ വിവാഹം കഴിപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കാൻ ഒരു പെണ്ണുണ്ട്, ഞാൻ ഭക്ഷണം വെച്ച് നാലാളെ അറിയിച്ചുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടത്തുമെന്ന് ബാക്കവി പറയുമ്പോൾ ആ മനുഷ്യൻ സത്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയില്ല, അദ്ദേഹം കരയായിരുന്നു. നിങ്ങളൊക്കെ ചിരിച്ചു, പക്ഷെ അദ്ദേഹം കരയായിരുന്നു. എന്തിന്റെ? സന്തോഷത്തിന്റെ അശ്രുഗണങ്ങളാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ പോരെ ഇവർക്കൊക്കെ വിജയിക്കാൻ, ഇതൊക്കെ പോരെ ഇവർക്ക് വിജയിക്കാൻ. രാവിലെ നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രബലമായ ഒരു മഹലിന്റെ കത്ത് കൊണ്ടുവന്ന് രാവിലെ 7 മണിക്ക് തുറക്കുമ്പോൾ ആ ഒരു സ്ത്രീ എത്ര മണിക്ക് 7 മണിക്ക് ആലപ്പുഴ ജില്ലാ കോടതി പള്ളി വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വെളുപ്പിനെ ഒരു 4:30 5 മണിക്കോ ആ സ്ത്രീ എറണാകുളത്ത് നിന്ന് വണ്ടി കയറിയിട്ടുണ്ടാകും. തനിച്ചു വന്നു. രാവിലെ ഞാൻ വാതിൽ തുറക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്, സ്ട്രോക്ക് വന്നതാണ്. ഞാൻ ആ മുസ്ലിം ജമാഅത്തിന്റെ കത്ത് മുഴുവനും വായിച്ചപ്പോഴേക്കും ഭർത്താവ് 6 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. ആകെ ഉള്ളത് ഒരു മോനും ഒരു മോളുമാണ്. ആ മകളാണെങ്കിൽ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ അതിന്റെ ഹെഡ്ലൈൻ ഇങ്ങനെ നോക്കി, ഇന്ന മുസ്ലിം ജമാഅത്ത്. എനിക്കും നൗഷാദ് മാക്കവയ്ക്കൊക്കെ നേരിട്ടറിയുന്ന നൗഷാദ് മാക്കവി ഒരുപാട് തവണ പ്രസംഗിച്ച മഹലാണ്. അതിന്റെ 2 കവാടങ്ങളിൽ 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കമാനം പണിതിരിക്കുന്നത്. 2 ഭാഗത്തും 25 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് കമാനം പണിതിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു പോയി, ആ മഹലിലുള്ള ഒരാളെയെങ്കിലും റഹ്മാനായ റബ്ബ് വെറുതെ വിടുവോ? ആ മഹലിലുള്ള ഒരാളെയെങ്കിലും റഹ്മാനായ റബ്ബ് വെറുതെ വിടുവോ? ആ പള്ളിയിൽ നിങ്ങൾ ജമാഅത്തിൽ കൂടണം. 1.5 സഫിൽ കൂടുതൽ ആളുകൾ ആ ജമാഅത്ത് നിസ്കരിക്കാൻ ഉണ്ടാവില്ല. 1.5 സഫിൽ കുറഞ്ഞത് 50 പേരിനപ്പുറം ജമാഅത്ത് നിസ്കരിക്കാൻ ആ പള്ളി കാണൂല. ആ പള്ളിയിൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിക്കുന്ന മനുഷ്യർ, സ്ട്രോക്ക് വന്ന് അടിയിലിട്ടിരിക്കുന്ന അടിപ്പാവാടയിൽ നിന്ന് മൂത്രം ഇറ്റുപോകുന്ന ഒരു സ്ത്രീ, ഞാൻ പള്ളിയിലേക്ക് കയറുന്നില്ല, എന്റെ പാവാടയിൽ മൂത്രമാണ് ഉസ്താദേ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ കണ്ണീരോടുകൂടി നമ്മുടെ മുമ്പിൽ പിരിവിന് വരുമ്പോൾ ഓർത്തുകൊള്ളണം. ചിറയൻകീഴുകാർ ഓർക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നിങ്ങളുടെ മഹലിന്റെ കത്ത് വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും സ്ത്രീ മറ്റു മഹലിൽ പോകുന്നുണ്ട് എങ്കിൽ ഒരുത്തനും ഖബറിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. കാരണം ഞാനും നീയൊക്കെ കനൂതാണ്, അള്ളാഹിനോട് നന്ദിയില്ലാത്തവരാണ്. എന്തുകൊണ്ട്? എനിക്ക് എന്റെ കാര്യം മാത്രമാണ് വലുത്, എനിക്കെന്റെ കാര്യം മാത്രമാണ് വലുത്. നിങ്ങൾക്കറിയുമോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി വഫാത്താകുമ്പോൾ മുതുകിലൊരു മുഴ. മയ്യത്ത് കുളിപ്പിക്കുന്നവരൊക്കെ ഇതെങ്ങനെ വന്നു ഈ മുഴയെന്ന് ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുന്നു. ആർക്കും മനസ്സിലാകുന്നില്ല. അന്നത്തെ ഭരണാധികാരി, ആ ഭരണാധികാരി ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹുവിന്റെ മയ്യത്തടക്കാൻ സാക്ഷിയാണ്. മയ്യത്തെല്ലാം അടക്കി എല്ലാവരും തിരിച്ചു വന്നു. അപ്പോഴതാ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ചില ആളുകൾ വന്നിട്ട് ഭരണാധികാരിയോട് പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങളുടെ വീടിന്റെ വാതുക്കെ ഭരണാധികാരി ഈ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വിഹിതം ബാർലിയും ഗോതമ്പും ഒക്കെ ഞങ്ങളുടെ വീടിന്റെ മുൻഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് അത് മുടക്കരുതേ, തരണേ എന്ന് പറഞ്ഞു. ഖലീഫ ഭയന്നു പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ഖലീഫയുടെ പക്ഷത്തുനിന്ന്, ഭരണാധികാരിയുടെ പക്ഷത്തുനിന്ന് അങ്ങനെ ഒരു വിഹിതം ഒരാൾക്കും കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെ ആരാ ഇത് കൊണ്ടുവന്നത്? അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയെ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് ബാർലിയും ഗോതമ്പും ഒക്കെ വാങ്ങിയിട്ട് സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് ഉൾഗ്രാമങ്ങളിലുള്ള ഫക്കീറായ മനുഷ്യന്മാരുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവെക്കും. ഈ ചരിത്രത്തിന്റെ രസം എന്താണെന്നറിയൂ? ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നത് സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു മുഴ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ പേരക്കുട്ടി സൈനുൽ ആബിദീൻ തങ്ങളുടെ മുതുകിൽ ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിരുന്നു എന്ന് സ്വന്തം ഭാര്യ പോലും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അറിയുന്നത്. ആ നാട്ടിലെ ഭരണാധികാരി പോലും സൈനുൽ ആബിദീൻ തങ്ങൾ ഇങ്ങനെ സ്വന്തം അധ്വാനത്തിന്റെ വിഹിതം കൊണ്ടുപോയി പാവങ്ങളെ ഭക്ഷിപ്പിക്കുമായിരുന്നു എന്ന് അപ്പോഴാണ് അറിയുന്നത്. അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.